ഇതുവരെ വീട് വിട്ട് നിൽക്കാത്ത, അതായത് പഠിക്കാൻ വേണ്ടിയിട്ടോ ജോലിയുടെ ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ ഞാൻ ഇതുവരെ വീട് വിട്ട് നിന്നിട്ടില്ല. എപ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കല്യാണം കഴിച്ച് പോകണം, അതുവരെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ നിൽക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചതും ജോലി ചെയ്തൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ലാസ്റ്റ് ഒരു 3.5 കൊല്ലമായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞത് ഒട്ടും എൻ്റെ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ അവസാനിക്കുന്നുള്ളത്. അങ്ങനെ തലയിൽ ഇടുത്തി വീണ പോലെ എനിക്ക് ഓഫീസിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു റീലൊക്കേഷൻ ജേർണിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഒരു കുട്ടി ഫ്ലാറ്റിലാണ് എനിക്ക് റൂം റെഡി ആയിട്ടുള്ളത്. അതൊരു 3 BHK ഫ്ലാറ്റാണ്. അവിടെ ഒരു റൂമാണ് എനിക്കുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം കഴിഞ്ഞു ട്രിവാൻഡ്രത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞിരുന്നത് നാട്ടിൽ തന്നെ ജോബ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമുള്ള വേറെ ജോബ് നോക്കാമെന്നൊക്കെ. പക്ഷേ ഞാൻ അതൊരിക്കലും ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് അവിടെ ഉണ്ടോയെന്ന്, അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടോ, കരിയർ വൈസ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടോ എന്നാണ്. അങ്ങനെ നോക്കുമ്പം എൻ്റെ ഈ ഓഫീസിൽ എനിക്കതുണ്ട്, ആവശ്യത്തിലേറെ എനിക്ക് വളരാനും പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി ഒഴിവാക്കാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു എന്നാൽ പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോവാം, ഇതും ഒരു ലൈഫ് ലെസൺ ആവും എന്നുള്ളത്. എൻ്റെ സീനിയേഴ്സും അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതുവരെ വീട് വിട്ട് നിന്നിട്ടില്ലല്ലോ, അപ്പം ഇതും ഒരു പുതിയൊരു ചേഞ്ച്, എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. അപ്പം ഞാനും അതൊരു പോസിറ്റീവായിട്ടേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഫസ്റ്റ് പറയുന്നത് ജനുവരിയിലാണ് എൻ്റെ അടുത്ത് ഈ കാര്യം. അന്ന് എനിക്ക് ഭയങ്കര സങ്കടം കാര്യങ്ങളായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനാണെങ്കിലും ഓക്കെ, നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം എന്നൊരു രീതിയിൽ തന്നെ ഞാനിതിനെ കാണുന്നുള്ളൂ. വീട് വിട്ട് നിന്നിട്ടില്ല എങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഞാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പം എൻ്റെ കൂടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ലഗേജായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഇന്ന് പോകുമ്പം ഒരു ചെറിയ ട്രോളിയും ഒരു വലിയ ട്രോളിയും പിന്നെ ഒരു ബാക്ക് പാക്കുമാണ് കൊണ്ടുപോകുന്നത്. അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല, എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പം കുറച്ച് ഡ്രസ്സുകളും പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും പിന്നെ ഒരു ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം 2 ട്രോളിയിലായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ 2 ട്രോളിയും കൂടി പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ ഇവിടെ നിന്ന് ആരും വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഫ്രണ്ടിൽ തന്നെ ഇറക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രെയിൻ കയറുന്നിടത്തേക്ക് പോകാമല്ലോ. പിന്നെ പ്ലാറ്റ്ഫോം 1ലാണ് ട്രെയിൻ വരിക. അപ്പോൾ അധികം ഇതെനിക്ക് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ട്രോളിയാണല്ലോ. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ ചേട്ടന്മാരുണ്ടാവുമല്ലോ പോർട്ടർ, അവരെ വിളിക്കാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി ട്രെയിൻ കയറാൻ വേണ്ടി ഓട്ടോയിൽ പോയി. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു ഷോപ്പുണ്ട്, ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് ഹൽവ വാങ്ങാറ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഹൽവ എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സിന് വാങ്ങി, കാരണം ഹൽവ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഹൽവ വാങ്ങി അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ അവിടുത്തെ പോർട്ടർ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെനിക്ക് ട്രോളി പുറത്തേക്ക് എടുത്ത് തന്നു കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, കാരണം എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലാറ്റിലേക്ക് പോയത്. ഞാൻ ട്രിവാൻഡ്രം വരുമ്പോൾ എപ്പോഴും ഊബറിൽ തന്നെയാണ് എങ്ങോട്ടും ട്രാവൽ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ കൂടെ കാറിലാണ് പോകാറ്. നാട്ടിലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്കറിയാം ഓരോ ഡിസ്റ്റൻസിന് എത്ര രൂപയാണ് ഓട്ടോക്ക് പൈസ എന്നൊക്കെ. പക്ഷേ ഇവിടെ എനിക്ക് അറിയില്ലൊന്നും. അപ്പോൾ ആൾക്കാർ പറ്റിക്കുമോ, അതിനൊന്നും ചാൻസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഊബർ ബുക്ക് ചെയ്യുന്നത്. ഊബർ കാറല്ല കേട്ടോ ബുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ലഗേജ് കുറേ ഉള്ളതുകൊണ്ടാണ്. ഫ്രണ്ടിൽ ആ ചെറിയ ട്രോളി വെച്ചു, ബാക്കിൽ എൻ്റെ ബാഗും ചെറിയൊരു ബാഗും, പിന്നെ ഏറ്റവും ബാക്കിലാണ് എൻ്റെ വലിയ ട്രോളി വെച്ചത്. ഇവിടുന്ന് ഞാൻ അധികം ഊബർ ഓട്ടോ തന്നെയാണ് പിടിക്കാറ്. പിന്നെ ഇത് ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഊബർ കാർ എടുത്തത്. അങ്ങനെ രാവിലെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ഞാൻ കംഫർട്ടബിളായിട്ട് ഫ്ലാറ്റിലേക്ക് പോയി. 2 വീലറിനേക്കാളും കാർ പ്രിഫർ ചെയ്യുന്ന, അതായത് 4 വീലേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 വീലർ വെച്ച് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ബാഡ് എക്സ്പീരിയൻസസ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 വീലറിൽ പോകുന്നത് വളരെ 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 കുറവാണ്. ഞാൻ കാർ, അതായത് 4 വീലർ അല്ലെങ്കിൽ ഓട്ടോ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാറിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഒരു യാത്രയായിരുന്നു. ഞാനിങ്ങനെ കാമായിട്ടുള്ള റോഡ്സിലൂടെ നല്ല സുഖമായിട്ട് ഫ്ലാറ്റിലേക്ക് പോയി. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഫ്ലാറ്റിലെത്തി. ഇതാട്ടോ ഞാൻ താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റ്.
ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലാറ്റിൽ വരുന്നത്. ഞാൻ ഇതുവരെ ഈ ഫ്ലാറ്റിൽ വന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, അവളുടെ കൂടെ ഞാൻ കാറിൽ പുറത്തൊക്കെ പോകാറെന്ന്. ഇത്ര കാലം ട്രിവാൻഡ്രം വരുമ്പോൾ ഞാൻ അവളെ വീട്ടിലാണ് നിൽക്കാറ്. ഇതുവരെ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നിട്ടില്ല. അവളുടെ വീട്ടിൽ എപ്പോഴും നിൽക്കാറ്. അപ്പം അവൾ തന്നെയാണ് ഇവിടുത്തെ ഈ ഫ്ലാറ്റ് വന്ന് കണ്ട് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞത്. ഞാൻ ഓൺലൈൻ വഴിയാണ് ഈ ഫ്ലാറ്റ് കണ്ടുപിടിച്ചത്. ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഏരിയയും ഫ്ലാറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് അവൾ വന്നിട്ട് കണ്ടതാണ്. ഞാൻ ആ വീക്ക് പെട്ടെന്ന് തന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, നമ്മൾ അഡ്വാൻസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ടിക്കറ്റ്സും ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് കിട്ടിയില്ല. ഒക്കെ ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. നമ്മൾ കുറച്ച് മുന്നേ ബുക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒന്നും വരാൻ ടിക്കറ്റ്സ് കിട്ടില്ല. അപ്പം പിന്നെ അവൾ പറഞ്ഞു ഞാൻ പോയിട്ട് കാണാമെന്ന്. അങ്ങനെ ജസ്റ്റ് വീഡിയോ കോളൊക്കെ ചെയ്തു. എനിക്ക് ഓൾറെഡി ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ. പിന്നെ അവൾ വീഡിയോ കോൾ ചെയ്തു, അവൾക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഈ ഫ്ലാറ്റിന് കൺഫേം ചെയ്യുക ചെയ്തത്. ഫസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടേക്കാണ് ഈ റൂം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് ചുറ്റി കളിച്ചു. ഞാൻ മോർണിംഗ് 7:30, 8 ഒക്കെ ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ തന്നെ എത്തുന്ന ട്രെയിനിലായിരുന്നു ഞാൻ വന്നത്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചല്ലോ, ഈ റൂമാട്ടോ എൻ്റെ ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റിലേക്ക് വന്ന് വാതിൽ തുറന്ന് അപ്പം തന്നെ കണ്ട കാഴ്ചകൾ ഇങ്ങനെയായിരുന്നു. ആരും ഇവിടെ എണീറ്റിട്ടില്ല, അവർ ലോക്ക് ചെയ്യാതെ കിടന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റൂം. കാരണം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ മിനിമൽ ആയിട്ടുള്ള റൂമാണ്. എനിക്കിത് ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ബാക്കി വിശേഷങ്ങൾ, എൻ്റെ ഈ ഒരു റീലൊക്കേഷൻ ബാക്കി കഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ഗൈസ്.